അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി. ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. അപ്പുകുട്ടോ, മോർണിംഗ്. മോർണിംഗ്. ഇതെന്ത് ഈ വേഷത്തിൽ? ഓട്ടം തുള്ളലുണ്ടോ നിനക്ക്? കുത്തുവാക്ക് പറയല്ല എന്റെ അപ്പുകുട്ട. സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റുള്ള കുത്തായിരിക്കും മുഖത്ത്. ഇവിടെ ഇവിടെ ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പോട്ടത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവൂ, രേണുവെങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ. ഇത് സഹതാപം അല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛമാ. അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്. അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി. മതി പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ഓരോ അയ്യോ, ആ ബോംബ് വിളിക്കുന്നു. പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. അപ്പോട്ടാ, വേണമെങ്കിൽ അപ്പോട്ടിനും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ. കാശ് കൊടുത്ത് വാങ്ങാതെ വല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല. അതവന്റെ അമ്മായി വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ, അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ. ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്. അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളതൊരു അന്തസ്സാ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് 5-6 കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ വേണ്ട. കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുത്, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര. നന്നേ മതിയായിരുന്നു. ഭസ്മക്കുറി എഴുത്. കവിളിലൊരു കറുത്ത കുത്ത സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്താ അയാൾ വിലസണ്ടല്ലേ? പാപ്പാ റുക്കു. ഇപ്പൊ താണ്ടി ഉക്കാരമ്മ. പാപ്പാ, ഉനക്ക് நான் എന്തെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു പാത്തിയാ? ചക്ക, പച്ചമാങ്ങ, പുളി, ലഡു, പഴംപൊരി. ஆத்துக்காரனுக்கு மாங்காய் சம்மந்தினா ரொம்ப பிடிக்கும். அப்படியா? அதுக்கல்ல கண்ணா, இந்த டைம்ல பெம்பிள்ளாருக்கு புளி எல்லாம் ரொம்ப இஷ்டம் ஆயிடும். ஆமாடி. வெக்கமா இருக்குப்பா. பாரடி, குழந்தை வெக்கப்படுற. போங்கப்பா. பாப்பா, இந்த வாடகை விட்டதெல்லாம் கிடைக்குமா? ஓ நாத்துக்காரன் கிட்ட நான் 1000 தடவை சொல்லிருக்கேன். ഈ കമ്പനി ഒന്നും വേണ്ട, இந்த സിറ്റി നിന്ന് കിളമ്പി നമുക്ക് ഊർക്ക് പോകലാം. അതെല്ലാം വേണ്ടപ്പാ, അതെല്ലാം അവരോട് ഇഷ്ടം. சரி. வெயிட். பாப்பா, இந்த பொண்ணு இங்க தானா தங்க இருக்க? இல்லப்பா, காலையில வந்து சாயந்தரம் போயிடுவா. காலையில எத்தனை மணிக்கு? ஒரு 7:30 மணிக்கு. 7:30 மணிக்கு இங்க வருவாரா? ஏப்பா ஒரே கன்ஃபியூஷனா இருக்கீங்க? இல்ல ருக்குமணி, ஏன் மருமகனுக்கு வேற பெம்பளர மூஞ்சி பாக்குறது பிடிக்காதுன்னு எனக்கு முன்னாடி தெரியும். பின்ன எதுக்கு இல்ல சார்? கரெக்ட்ப்பா, அவர் ஏன் முகத்தை அல்லாத வேறொரு பொம்பளையோட முகத்தை பார்க்கவே மாட்டார். ஆமா. அப்போ ஒரு காரியம் செய். இந்த சாந்தாவோடு 8:30 மணி கழிஞ்சு வந்தா போதும்னு நீயே சொல்லு. சரிப்பா. கேட்டோ சாந்தா, நீ 8:30 மணி கழிஞ்சு இங்க வந்தா மதி. எதுக்கு அவனு மனசுக்கு பிடிக்காம வேலையெல்லாம் செய்யணும்ல பாப்பா? ஆமாப்பா, கரெக்ட்ப்பா, கரெக்ட். மோளே, உன் ஆத்துக்காரரு பூஜை எல்லாம் கரெக்டா பண்ணுவாரா? ஆமாமா, இப்ப ரொம்ப ஆசி. ஆமாமா, காலையில இருந்து குளிச்சு பூஜை முடிச்சு ஆபீஸுக்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பா. பாத்தியாப்பா, மணி 10 ஆச்சு. இப்ப அவர் குருவாயூரப்பன் படத்துக்கு முன்னாடி உட்கார்ந்து அப்படியே போய் கும்பிட்டுட்டே இருப்பார். வா சாமி. Yes. I glad to inform you that my reputed advertising firm excuse me Rana, ഞാൻ എവിടെ നിർത്തി? സോറി. അഡ്വർടൈസിംഗ് ഫേം. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. സാർ,
എന്താണോ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന് ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? ആ റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയിട്ടവൻ. സർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ബിലോ സോറി, ഡീറ്റെയിൽസ് ബിലോ അല്ലെ പിന്നെ വല്ലേ. ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു, വാച്ചാണ് അപ്പൊക്കോളൂ. അങ്ങനെ ഇഷ്ടായി, എനിക്കിഷ്ടായി. അല്ല, എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്. ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പാവ് ഉനക്ക് ഞാൻ തന്നത്. ശരിയാ, എൻ പാപ്പാവുക്ക് ഏജ് കൊഞ്ചം ജാസ്തിയായി പോச்சு. പിന്നെ പേശുമ്പോത് കൊഞ്ചം വിക്ക് വരും. അതുകൊണ്ട് തന്നെ വിവാഹ കമ്പോളത്തില് അവക്ക് മാർക്കറ്റ് ரொம்ப കമ്മിയാச்சு. അത് മണത്തറിഞ്ഞ് വന്നവനാ നീ. നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെരിയും. എൻ പാപ്പാവെ കെട്ടി ഉനക്ക് ராசாவாய் வாழணும். ആയിക്കോ, அதுக்கு தானடா என் பாப்பா உனக்கு கல்யாணம் பண்ணி தந்தது. அப்பா இப்படி ஒன்னும் சொல்லக்கூடாது. ருக்கு எனக்கு கண்ணு மாதிரி அப்பா. കണ്ണോ കാലോ അവൻ നിനക്ക് தெரியாது. ഏയ്, നിന്നെ പോലെ എങ്ങുന്നോ തരകിടയെ വന്നവനാ ഞാനും. എന്ത് വേണത് ആയിക്കോ, പക്ഷേ എന്റെ ഒറ്റ മളർക്കൂ അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നെ ഞാൻ കുന്നുളുവേ. ஞாபகம் വെച്ചോ. ഏയ്, അറിയാം എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നെന്ന്. ഇല്ലാത്ത രോഗവും പറഞ്ഞ് ഡോക്ടറോട് സൊറ പറഞ്ഞിരിക്കാൻ വലിയ വീടുകളിൽ ഒരുപാട് സുന്ദരിമാര് വരുമല്ലോ. ഡോക്ടറാണെങ്കിലോ എന്തിനും റെഡി. യു ആർ റൈറ്റ്. എന്തായാലും എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതേവരെ ഏതെങ്കിലും ഒരു ശ്രീമതി നിന്റെ ശ്രീമാനെ തിരക്കോടെ വന്നിട്ടുണ്ടോ? അതാണ് ഡോക്ടർ പ്രസാദിന്റെ ക്വാളിറ്റി. ഡിസ്പെൻസറി ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ആരാ നോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ, ഇവരെന്റെ ഫ്രണ്ട്സാ, നാൻസി ആലീസും. ഞാൻ പറയാറില്ലേ? ഹലോ. അല്ല, അകത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറയുന്നില്ല. സോറി, ഇരിക്കൂ. എവിടെ മിസ്സസ് മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സിസിനെ വിളിക്കാം. രാജി, അതാ ഞാൻ പറയാനുള്ള രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി, ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. നീ എന്റെ മാനകളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കെട്ടാലുണ്ടല്ലോ. ഓ